ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്നേഹം കൊടുക്കാം, പക്ഷെ അതിൽ കളങ്കം പാടില്ല. ക്രിസ്ത്യാനിറ്റി വളരെ വ്യത്യാസമുണ്ട്. അത് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സിന് അടുത്തോടെ പോകണല്ലോ. ഇപ്പോൾ അതിരിവേഷം കെട്ടി ബലമില്ലാണ്ട് ശോഷിച്ച വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ വെഡ്ഡി പ്രൂഫാക്കി വെച്ചൊക്കെയാണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും വണങ്ങി. അപ്പോൾ ജീവനില്ലാത്തതിനെ ആരാധിക്കൽ, മരിച്ചുപോയവരോട് ആരാധിക്കലല്ല വേണ്ടത്. സ്നേഹിക്കുമ്പോൾ ലവ് ചെയ്യുമ്പോൾ എത്ര ലവ് വീഡിയോസ് കണ്ടോ, അവനടിച്ച് എന്തെങ്കിലും ചെയ്തോ, പക്ഷെ ഗുഡ്കിയും കഴിച്ച് ബീഡി വലിച്ച് മൂട്ടിൽ നിന്ന് വിടണ പോലെ ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടന്നവർക്ക് എന്തെങ്കിലും വിലയുണ്ട്? വിലയുള്ള കാര്യങ്ങൾ ശോഷിച്ച അവസ്ഥയിൽ മാറി പറയാൻ അറിയോ? പറഞ്ഞാലും അവർ പെടും. എന്തുകൊണ്ട് വീണ്ടും ആ വിലയില്ലാത്ത ശോഷിച്ച അവസ്ഥയിൽ മുഴുകി കിടക്കാൻ പോകണം? കാരണം സ്വന്തം തന്തയുടെ തലയുടെ റിട്ടാർഡ് ടീച്ചർ അനുകരിക്കണം. കാരണം കുമ്മുട്ടി മോഹൻലാലും ഷാറൂഖ് ഖാനും ഇത് പറഞ്ഞ് കേട്ടുകേൾവിയുണ്ട് ഞങ്ങൾക്ക്. ഇല്ല, പറയൂല്ല. ഇനി ലൈഫിൽ ആൻറ്റി ക്രൈസ്റ്റ് അനുഭവിച്ച് നടക്കണവർ പറയൂല. ഈ ഒരു മലയമയും പള്ളിയിൽ പോവാത്ത ഒരു കാലം വരും. അതാണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ജീവനില്ലാത്ത ആരാധിക്കാൻ പാടില്ലാത്ത സമയം വരും. അതാണ് പറഞ്ഞത് ബൈബിളിൽ. അപ്പോൾ അതിന് നേരെ വിപരീതമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ശോഷിച്ച അവസ്ഥ, ധൈര്യമില്ലാത്ത, വിവരമില്ലാത്ത, അറിവില്ലാത്ത അവസ്ഥയാണ്, ശോഷിച്ച അവസ്ഥയാണ് പുറത്ത് കാണിക്കുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ അത് മനസ്സിലാക്കാൻ പഠിക്കും. ക്വാണ്ടിറ്റി അല്ല കാണിക്കേണ്ടത്, വിഡ്ഢിത്തത്തിൻ്റെ ഉള്ളിലത്തെ ക്വാണ്ടിറ്റി അല്ല കാണിക്കേണ്ടത്. തത്രപ്പെട്ട് ക്വാളിറ്റി കാണിക്കും. മൃഗങ്ങൾക്ക് അവരറിയാം ക്വാളിറ്റി കാണിക്കാൻ. എന്നുവെച്ചാൽ ആണുങ്ങൾ പ്രസവിക്കുകയോ മനസ്സിലാക്കാൻ പഠിക്കുക. ഞാൻ പ്രസവിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, കൊള്ളണില്ലേ, വ്യത്യാസം മനസ്സിലാക്കുക. ഞാൻ ആരെക്കുറിച്ച് താഴ്ത്തി പറയാനായിട്ടുള്ള അല്ലാണെന്ന് പറഞ്ഞ് പൊക്കി പറയാനും പോയിട്ടില്ലേ. പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ ഷെയ്ക്കൻഡ് തരാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡീൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അവിടെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ പൊലിഞ്ഞു പോകുന്നതല്ല ധൈര്യം എന്ന് പറയുന്നത്. സ്ട്രെങ്ത്തുള്ള വചനങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാണ്ട് വെഡിത്തം ജൽപ്പന ചുമലും മരിച്ചവർക്കും പാതിരിവേഷം കെട്ടി കുറേ വിലയില്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്ത് കണ്ടൊക്കെ വായിച്ച് മനസ്സിലാക്കാത്തവർ കേട്ടതിനെ അറിയാമെന്നുള്ള പോലെ കേട്ടറിയണം. അതാണ് കണ്ട വായിച്ച് മനസ്സിലാക്കണം. മുഴുവനാക്കി സംസാരിക്കാൻ പഠിക്കണം, മുഴുവനാക്കി അറിയണം. അപ്പോൾ അറിവില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ ഇത് ആരെയും പറയിപ്പിച്ചാണ് പറയുന്നത്. പറയിപ്പിച്ച് മണ്ടൻ ഡയലോഗ് പറയണ പോലെയല്ല 5 അടി പൊക്കമില്ലാത്തവർ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. 5 അടി പൊക്കമില്ലാത്തവരാണെങ്കിൽ 6 അടി പൊക്കം ഉണ്ടെങ്കിലും വിവരം തലയ്ക്ക് ലേശമില്ലെങ്കിൽ കുരുട്ട് മോന്ത തന്നെ പറയിപ്പിക്കും. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനത്തെ എന്ത് ഞാൻ പറഞ്ഞേ, മൃഗങ്ങൾക്കും ചെറിയ പട്ടിക്കുട്ടികൾക്ക് വരെ അറിയാം എന്താരാന്ന്. ഞാനിപ്പോൾ കുങ്കളൂരുണ്ടായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ജോലി 9 മണിക്കൂർ ജോലി എല്ലാ ദിവസവും. ഞാൻ രാത്രി 3 മണിക്ക് ഒരാഴ്ച ഉണ്ടെങ്കിൽ നടന്ന് വരാം വണ്ടി കെട്ടണ സമയത്ത്. ഞാൻ ഒരു പട്ടികളുണ്ട്, രാവിലെ ഒരു പുലർച്ചെ നേരം വെളുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇല്ല. ഏത് സമയത്താണെങ്കിലും പട്ടികളുണ്ടാവും. അപ്പോൾ ഒരു പട്ടിയെ പിന്തുടർന്ന് വന്നേ 10 പട്ടികൾ പിന്തുടർന്ന് ഉറക്കത്തിൽ എനിക്ക് വന്ന് ചാടി കടിച്ച് കയറിയാനേ. അങ്ങനെയാണ് കാലും കടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാനേ. ഇല്ല, ഞാൻ അഞ്ചഞ്ചലമായി നടക്കാൻ ശ്രമിക്കുക ഒരു ഇതിലും. അപ്പോൾ കാല് വന്ന് മുത്താണെങ്കിലും നിങ്ങൾ കണ്ടതാ? ഇല്ല. അത് വീട് വാതൊക്കെ വന്ന് ഒരു പട്ടിയല്ല, അടുത്ത പട്ടികളൊക്കെ തിരിഞ്ഞു പോയിട്ട് ഒരു പട്ടി ഇതാരാ നോക്കാൻ സ്റ്റെപ്പ് കയറി 3ാമത്തെ നില വരെ വന്നിട്ട്. അതിന് വെച്ചാൽ അവിടെ ഗേറ്റും ഇതൊന്നും ഇല്ല. നല്ല കോളനി ആണെങ്കിലും നല്ല ഫ്ലാറ്റ് ആണെങ്കിലും അപ്പോൾ ഫ്ലാറ്റ് വരെ വന്നിട്ട് ഇത് വാതിൽ തുറക്കുന്ന ശബ്ദം അടക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞ് പോകണത് കാണണേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങളൊക്കെയാണ് ഓടി പോയിട്ട് കടി മേടിച്ചിട്ട് അഡ്മിറ്റ് ആവും. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണെന്ന്. അത് ചെറിയ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവും ആരെന്താന്ന്. പുലർച്ചെ രാത്രിയാണെങ്കിലും ഏത് രാവിലെ വരെ ഇരിക്കുകയാണെങ്കിലും ബാക്കിയുള്ള വണ്ടികൾക്ക് പിന്നാലെ ഓടിപ്പോയി പട്ടികൾ എൻ്റെ അടുത്തൊന്ന് ഇരിക്കുന്നത്. അത് ഞാൻ വണ്ടി എടുത്ത് പോണ വരെ രാവിലെ ആണെങ്കിലും അത് മനസ്സിലായി. എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഓടി വരില്ലേ. അത് വ്യത്യാസമുണ്ട്. ഓടി വരണ അത് ഏതാ ഇപ്പം നടക്കണേ, എന്താ ഇപ്പം നടക്കണേന്ന് വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും. അപ്പോൾ ഇതൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ ആണെങ്കിൽ ഇതാണ് എക്സാമ്പിൾ സഹിതം ഞാൻ പറയണ്ടല്ലോ. എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അല്ലാണ്ട് പുകതിയും ശശി തരൂരും ശോഷിച്ച ഹിന്ദുസും സുരേഷ് ഗോപിയും എല്ലാ വെട്ടിയാന്മാരെയും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കോതികളും എല്ലാവരും ഇത് പറയുമോ? ഗുജറാത്ത് അറിഞ്ഞ് കൂട്ടി വാങ്ങണ വെട്ടികൾ പറഞ്ഞ് കേൾവിയുണ്ടോ? ഇല്ല, പറയൂല്ല. അവർ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ. അവിടെ മറ്റേത് പണിതു, ചിലപ്പോൾ പണി അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ അയ്യോ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു, അത് ഇനി പണിയാൻ നോക്കാം. എല്ലാ വക ജീവനില്ലാത്തത് എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഇതുണ്ട്. ജീവിതത്തെ സദ്വചനങ്ങൾ പകരാൻ നോക്ക്. സ്ട്രെങ്ത്ത് അവിടെ പുതുഗുരും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച റോമൻ കാത്തലിക്സും ശോഷിച്ച അവസ്ഥയിൽ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് കുക്കിങ് അടിച്ച് നടന്നിട്ട് വിലയില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാലും വീണ്ടും വിലയില്ലാത്തതിൽ മുഴുകി നടക്കണ പോലെ അല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം. യേശുവൊക്കെ നടന്നിരുന്നെങ്കിൽ വിലയുള്ള ചെയ്യണ സാക്രിഫൈസിന് വിലയില്ലാണ്ടായാനെ.
അതൊരു 3 വർഷം പബ്ലിക് ലൈഫിനും അത് സാക്രിഫൈസ് ചെയ്യാനാണ് അതിൽ വിഡ്ഢിത്തം കലർന്നിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ പറയണത് അത് വിഡ്ഢിത്തമില്ല എന്ന് പറയണത്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക.